ഒരു കുളത്തെ കേന്ദ്രീകരിച്ച് ചരിത്രപ്രസിദ്ധവും അതേപോലെ തന്നെ ഐതിഹ്യ പെരുമയുമുള്ള ഒരു ദേശമുണ്ടായാലോ? അങ്ങനൊരു ദേശം തമിഴ്നാട്ടിലുണ്ട്, കുംഭകോണം. കുംഭകോണം എന്ന നാമം ഒരുവിധം എല്ലാ ഭക്തർക്കും അറിയുന്നതായിരിക്കും. ക്ഷേത്രങ്ങളിൽ തീർത്ഥയാത്ര നടത്തണമെന്നുള്ളവർ, ശിവക്ഷേത്രങ്ങളിലായിക്കൊള്ളട്ടെ അതല്ല ഏത് മൂർത്തിയുടെ ക്ഷേത്രങ്ങളിലും ആയിക്കൊള്ളട്ടെ, തീർത്ഥയാത്ര നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഭാരതീയനും അറിയുന്ന നാമമാണ് കുംഭകോണത്തിലേക്ക്. കുംഭകോണത്തിൽ കുംഭം അഥവാ കലശത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ജലം നിറഞ്ഞു നിൽക്കുന്ന തടാകമാണിത്. മഹാമഹം കുളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മഹാമഹം കുളം എന്നും പറയപ്പെടും, മാമംഗം എന്നും അറിയപ്പെടും. മഹാമകം എന്ന് പറഞ്ഞാൽ മകം നക്ഷത്രത്തിൽ ഇവിടെ അമൃത് ഈ കുളത്തിൽ നിറഞ്ഞു നിന്നു എന്ന്, അമൃത കലശം ഇവിടേക്ക് മറിഞ്ഞ് ആ അമൃതും ജലവും എല്ലാം ഒത്തുചേർന്ന് ഈ പ്രദേശത്ത് ആദ്യത്തെ കുളം ഉണ്ടായി എന്നാണ്. അതുകൊണ്ടാണ് മഹാമകം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മാഘമകം എന്ന് വിശേഷിപ്പിക്കുന്നത് മാഘമാസത്തിലെ മകത്തിലാണ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. മാമംഗം എന്നും ഈ തടാകത്തെ പറയാറുണ്ട്, ഈ കുളത്തെ പറയാറുണ്ട്. തടാകം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് കാരണമുണ്ട് പറയാം. ഇന്ന് ഇതൊരു കുളമായി കാണുമ്പോൾ അല്ലെങ്കിൽ മാമംഗം ടാങ്ക് എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കുംഭകോണത്തെ അതിപ്രസിദ്ധമായ ഈ കുളത്തെ നമുക്ക് കണ്ടെത്താനാകും. വിശാലമായ ഈ കുളത്തിന് ചുറ്റിലുമായിട്ടാണ് കുംഭകോണത്തെ സകല ക്ഷേത്രങ്ങളും നിൽക്കുന്നത്. കുംഭകോണം എന്ന നഗരം തന്നെ അല്ലെങ്കിൽ ആ പ്രദേശം തന്നെ നിൽക്കുന്നത് ഈ തടാകത്തിന് ചുറ്റുമായിട്ട് ഉള്ള ക്ഷേത്രങ്ങളിലൂടെയാണ്. മഹാമഹം കുളത്തിനെ നമ്മൾ തടാകമെന്ന് ആദ്യം വിശേഷിപ്പിച്ചാൽ, തടാകമോ കടലോ പുഴയോ ഒക്കെയായിരുന്നു ഒരു കാലത്ത് ഈ ജലം. ഇത് പ്രളയജലമായിരുന്നു. എല്ലാ യുഗങ്ങൾക്ക് അവസാനവും പ്രളയമുണ്ടാകുമല്ലോ, ആ പ്രളയത്തിൽ എല്ലാം നശിക്കുമല്ലോ. ഈ സമയത്ത് പ്രളയമുണ്ടാകുമ്പോൾ ബ്രഹ്മാവ് ഒരു കലശത്തിനുള്ളിൽ ജീവനുള്ളതെല്ലാത്തിൻ്റെയും ഓരോ അംശത്തെ, ഓരോ ജീവനുകളെയായിട്ട് എടുത്തു സൂക്ഷിക്കുകയും ആ ജീവനുകൾ നിലനിൽക്കുന്നതിന് വേണ്ടി അതിൽ അമൃതം നിറയ്ക്കുകയും ചെയ്തു. അങ്ങനെ അമൃത കലശം, ജീവന്റെ വിത്തുകളോട് കൂടിയിട്ടുള്ള അമൃതത്തിന്റെ കലശം ബ്രഹ്മാവ് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കണമല്ലോ എന്ന് കരുതുകയും ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരത്തിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. അത്രയും എന്തായാലും ജലം ഉയരില്ല എന്നുള്ളതായിരുന്നു ബ്രഹ്മാവിന്റെ ധാരണ. ഏറ്റവും ഉയരത്തിൽ ഹിമാലയത്തിൽ കൊണ്ടുവച്ചു. പക്ഷേ പ്രളയജലം വല്ലാതെ ഉയർന്ന് ഹിമാലയത്തിന് പോലും ഇളക്കം സംഭവിക്കുകയും ആ കുടം, അമൃത കലശം അവിടെ നിന്ന് വെള്ളത്തിലേക്ക് വീഴുകയും വെള്ളത്തിൽ അത് വളരെയേറെ നാളുകൾ സഞ്ചരിച്ചതിന് ശേഷം ഇവിടെ ഇന്ന് നമ്മൾ ഈ കുംഭകോണം എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത്, ഈ തടാകം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കുളം നിൽക്കുന്ന പ്രദേശത്ത് വന്ന് ആ ജലമാകെ കെട്ടി നിൽക്കുകയും അവിടെ വെച്ച് ഈ കലശം ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കണ്ട് മഹാദേവൻ ആ കലശത്തിലേക്ക് അമ്പയക്കുകയും ചെയ്തു. അതായത് പ്രളയം പൂർത്തിയായി ഈ ജലം മുഴുവനും ഒരു വലിയ തടാകമാവുകയും അതിന് മുകളിൽ ഈ കലശം തങ്ങി നിൽക്കുകയും ചെയ്തപ്പോൾ മഹാദേവൻ അമ്പയച്ച് കലശത്തെ പിളർന്ന് അതിലെ ജീവനുകളെ ഈ പ്രപഞ്ചത്തിൽ നിറച്ചു. അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടായത്. അതായത് ഒരു യുഗത്തിന്റെ അവസാനത്തിന് ശേഷം അടുത്ത യുഗത്തിൽ ജീവൻ ഉണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചു നിൽക്കുന്ന തടാകമാണ് അല്ലെങ്കിൽ കുളമാണ് നമ്മളീ കാണുന്നത്. അമൃത കലശം ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന, അമൃത് വീണ ആ പ്രദേശമാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്തെ ദിവ്യമായി കാണുന്നു. ഈ ഭൂമി ആകെ തന്നെ അമൃത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ഈ ജലത്തിലെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ മകം നക്ഷത്രത്തിൽ ഇവിടെ വന്ന് സ്നാനം ചെയ്താൽ സർവ്വവിധമായ പാപങ്ങളും തീരുന്നു എന്നുള്ള വിശ്വാസവും ഉണ്ടായി വന്നിരുന്നു. ഈ കുളത്തിന് തീരത്തിരിക്കുമ്പോൾ മറ്റൊന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇവിടെ മഹാദേവനെ 30 മുക്കോടി ദേവതകളും ആരാധിച്ചു എന്നാണ്. അത് മാത്രമല്ല, ഒരു ജീവനുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജന്മവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം ഈ ജലാശയം നമുക്ക് നൽകും എന്ന് ഒരു അനുഗ്രഹം കൂടി ലഭിച്ചിട്ടുണ്ട്. 30 മുക്കോടി ദേവകളും അന്ന് ഈ തടാകത്തിന് ചുറ്റും, അമൃതം നിറഞ്ഞു നിന്നിരുന്ന ഈ തടാകത്തിന് ചുറ്റുമായിട്ട് വന്നു നിന്ന് മഹാദേവനെ ഉപാസിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഓരോ ഗോപുരങ്ങളിലും ഓരോ നാമത്തിൽ ശിവലിംഗങ്ങളാണ്. ഇത് കൂടാതെ ഈ ഒരു തടാകം എന്ന വാക്ക് കൂടുതലായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇത് കുളമാകുന്നതിന് മുൻപ് ഈ പ്രദേശമാകെ ഈ ജലം നിറഞ്ഞു വന്നു. പിന്നീട് ഈ ജലം ഒരു കുളമായിട്ട് പരിണമിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് കുംഭകോണം, ഈ ജലം മുഴുവൻ നിറഞ്ഞിരുന്ന പ്രദേശമാണ് കുംഭകോണം എന്ന് ആകെ അറിയപ്പെടുന്നത്. അവിടെ നിന്ന് പിന്നീട് ഈ കുളത്തിലേക്ക് അത് പരിണമിച്ചു. ഈ കുളത്തിന് ചുറ്റുമായി ശിവലിംഗങ്ങൾ ധാരാളമായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൂടാതെ ഒരു മനുഷ്യന് തൻ്റെ ജന്മത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമോ അതിന് എല്ലാത്തിനുമുള്ള പരിഹാരങ്ങൾ നിറയുന്ന പരിഹാര ക്ഷേത്രങ്ങൾ ഇതിന് ചുറ്റുമായിട്ടാണുള്ളത്. ഏതാണ്ട് 118ഓളം പരിഹാര ക്ഷേത്രങ്ങൾ ഈ ഒരു കുളത്തിന് ചുറ്റുവട്ടത്തുമായിട്ടുണ്ട്. കുംഭകോണം അറിയപ്പെടുന്നത് തന്നെ പരിഹാര ക്ഷേത്ര ഇടം എന്നാണ്. ഇവിടെ മഹാദേവനെ ഇങ്ങനെ എല്ലാ 30 മുക്കോടി ദേവതകളും മഹാദേവനെ ആരാധിച്ചു. ഇത് കൂടാതെ മഹാദേവൻ സ്വയം മഹാദേവനെ ആരാധിച്ച ഇടം കൂടിയാണ്. അതായത് അമൃതും മണ്ണും കൂടി താഴേക്ക് വീണ് കുഴഞ്ഞുവല്ലോ, ആ കുഴഞ്ഞ മണ്ണ്, അമൃതത്താൽ കുഴഞ്ഞ മണ്ണ് കൊണ്ട് മഹാദേവൻ തന്നെ ഒരു ശിവലിംഗം ഉണ്ടാക്കി.
ആ ശിവലിംഗമാണ് ഇവിടെ ആദി കുംഭേശ്വരം എന്നറിയപ്പെടുന്ന പ്രദേശത്ത്. കുംഭകോണത്തിലെ ആദ്യത്തെ ക്ഷേത്രം ആദി കുംഭേശ്വരം എന്നാണ് കരുതുന്നത്. ആദി കുംഭേശ്വര ക്ഷേത്രത്തിലിരിക്കുന്നത് ആ ശിവലിംഗമാണ്. Moksha, Journey to the Self.